നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം. ഈ സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഒരു വശത്ത് ഉയർന്നിരുന്നു. പക്ഷേ ആ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നും അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്നും അതിനിടയിൽ മറ്റൊരു ഏജൻസിക്ക് എന്തായാലും അന്വേഷണം നിലവിൽ കൈമാറേണ്ടതില്ല എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. ചീഫ് ജസ്റ്റിസ് സൗമൻസൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട അഭിഭാഷകനായ ജോജോ ജോസാണ് ഹർജി സമർപ്പിച്ചത്. അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് DGP സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ 25 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ ചിലർ മറ്റ് ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടവരാണ്. കൂടുതൽ പേരെ തിരിച്ചറിയാനുള്ള നടപടികൾ നടക്കുകയാണെന്നും വ്യക്തമാക്കി. പരിശോധന പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ഏകദേശം 300 പേരടങ്ങുന്ന സംഘം ആക്രമിച്ചു എന്നതാണ് കേസ്. ശക്തമായ പ്രതിഷേധത്തിനിടയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ പോലീസ് സുരക്ഷിതമായി തമ്പാനൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. പരിക്കേറ്റ ED ഉദ്യോഗസ്ഥരുടെ 2 പ്രതികളുടെ മെഡിക്കൽ രേഖകളും കോടതിയിൽ സമർപ്പിച്ചു. പ്രതികളുടെ മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന, കോൾ ഡേറ്റ റെക്കോർഡുകൾ, ആയുധങ്ങൾ, ബാങ്ക് രേഖകൾ, വിരൽ അടയാളം എന്നിവ സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്ന് DGP വ്യക്തമാക്കി. അതേസമയം പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ പ്രതികൾ ശ്രമിച്ചു എന്നതാണ് ആരോപണം. ഇത്തരത്തിൽ ശ്രമിച്ചത് ഉന്നതൻ പ്രതിയാകുമെന്ന ഭയത്തിലാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് അക്രമികൾ പാഞ്ഞെടുത്തതെന്നും ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ഉദ്യോഗസ്ഥരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതെന്നും അവർ വ്യക്തമാക്കി. CMRന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനാണ് പ്രതികൾ ശ്രമിച്ചത്. 13 പ്രതികളുടെ ജാമ്യ ഹർജി പരിഗണിക്കവേ ED എതിർവാദം ഉന്നയിക്കുകയും ചെയ്തു. കേസ് അന്വേഷണം ഭരണഘടനാ പദവി വഹിക്കുന്നവരിലേക്ക് നീളുകയാണ്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച ഒരു ഫോണിൽ നിന്ന് മാത്രം 130 കോളുകൾ പോയിട്ടുള്ളതായിട്ടാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വിശദമായ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയാൽ അവർ ഒളിവിൽ പോകാനും സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. ഇതിനിടെ ജഡ്ജിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെന്ന പ്രതിഭാഗം വാദം പ്രോസിക്യൂട്ടർ എതിർത്തു. അതിലെ കേസിൽ നിലവിൽ ഹൈക്കോടതി വ്യക്തമാക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം അത് CBI അന്വേഷണം വേണ്ട എന്നാണ്. CBI അന്വേഷണം ആവശ്യമില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. നിർണായകമായ കേസിൽ നിർണായകമായ ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിലെടുത്ത കേസിന്റെ അന്വേഷണം ഒച്ചിഴയുന്ന വേഗത്തിലാണെന്നും അതിനാൽ CBI അന്വേഷണം വേണമെന്നുമായിരുന്നു ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. എന്നാൽ സംഭവം നടന്നിട്ട് ഇത്രയും ദിവസങ്ങൾ പോലും തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. പോലീസ് ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാർ കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. മെയ് 27-നാണ് ഈ സംഭവം ഉണ്ടായത്. മാത്രമല്ല, നിർണായകമായ ചോദ്യം നേരത്തെ കോടതി ഉന്നയിച്ചിരുന്നു. പ്രതി 27 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലീസ് എന്തു ചെയ്തു എന്ന ചോദ്യം ഹൈക്കോടതി നേരത്തെ പോലീസിനോട് ഉന്നയിച്ചിരുന്നു. കസ്റ്റഡിയിൽ കിട്ടാൻ അപേക്ഷ നൽകിയിരുന്നു എന്ന് ആരാഞ്ഞ കോടതി ഏകപക്ഷീയമായി ജാമ്യം റദ്ദാക്കാനാവില്ലെന്നും കേസുമായി ബന്ധപ്പെട്ടവരെ വിശദമായി കേൾക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിന് നോട്ടീസ് അയക്കാൻ ജസ്റ്റിസ് CS ഡയസ് ഉത്തരവിട്ടിരുന്നു. ഹരീഷിന്റെ ജാമ്യത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് ഇത് അനവസരത്തിലെ ജാമ്യമായി എന്നൊരു വിലയിരുത്തൽ. കേസ് വീണ്ടും ജൂലൈ 13-ന് പരിഗണിക്കും. SFI നേതാവായ ഹരീഷ് കുമാറിന് തിരുവനന്തപുരം സെഷൻസ് കോടതി നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരും ED നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. എന്തായാലും അന്ന് നടന്ന ആക്രമണങ്ങൾ, മെയ് 27-ാം തീയതി നടന്ന ആക്രമണങ്ങൾ, വണ്ടി അടിച്ചു പൊട്ടിക്കുന്നു, മാത്രമല്ല വണ്ടിക്ക് നേരെ കുറുകെ ചാടുന്നു, അങ്ങനെ ഒരുപാട് ആക്രമണങ്ങളാണ് നടന്നത്. ആ സംഭവത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം.
മൂന്ന് വണ്ടി ഹലോ ED അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥരുടെ വാഹനമടക്കം ഇടിച്ചു തകർത്തുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തിയിരിക്കുന്ന കാറിന്റെ മുൻഭാഗം അടക്കം തകർത്തുകൊണ്ടുള്ള വളരെ